പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആനിലെ ഉപമകൾ എന്നതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. ഉപമകൾ എപ്പോഴും ഒരു സെൻറ്റൻസിനേക്കാളും അല്ലെങ്കിൽ ഒരു പേജിനേക്കാളും മനുഷ്യ മനസ്സിൻ്റെ ഹൃദയങ്ങളിലേക്ക് പെട്ടെന്ന് ആഴ്ന്നിറങ്ങുന്നവയാണ്. സൂറത്ത് റൂമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലഖദ് റബനാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ. തീർച്ചയായിട്ടും മനുഷ്യർക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് ഈ ഖുർആനിൽ ഉപമകൾ വിവരിച്ചിരിക്കുന്നു എന്ന്. വിശുദ്ധ ഖുർആനിലെ ഉപമ അലങ്കാരങ്ങൾ നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. സൂറത്തുൽ ബഖറ 26 അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊലതൻ ഫമാ ഫൗഖഹ. ഒരു കൊതുകിനെയോ അല്ലെങ്കിൽ അതിനേക്കാൾ വലുതിനെയോ ഉപമയായിട്ട് പറയുവാൻ അല്ലാഹു ലജ്ജിക്കുന്നില്ല എന്ന്. അതിൻ്റെ ശേഷം അതിൻ്റെ ബാക്കി പറയുന്നുണ്ട്, സത്യവിശ്വാസി അത് സത്യമാണെന്ന് വിചാരിക്കും, എന്നാൽ ഒരു അവിശ്വാസി ഈ ഉപമ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അവർ പറയുകയും ചെയ്യും. വേദഗ്രന്ഥം കയ്യിലുണ്ടായിട്ട് അത് പഠിക്കാത്തവരെ, മനസ്സിലാക്കാത്തവരെ അള്ളാഹു ഉപമിച്ചത് ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാണ് എന്നാണ്. അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരെ രക്ഷാധികാരികളാക്കുന്നവരെ അള്ളാഹു ഉപമിച്ചത് എട്ടുകാലിയോടാണ്. എട്ടുകാലി വീട് നെയ്തിട്ട് ആ വീട് ഒരു കാറ്റടിച്ചാൽ പറന്നു പോകുന്നത് പോലെ അവരുടെ രക്ഷാധികാരികൾ അവർക്ക് ഒന്നും തന്നെ ഉപകാരപ്പെടുകയില്ല എന്ന് അള്ളാഹു ഉപമ സഹിതം നമുക്ക് വിവരിച്ചു തരുന്നു. ഒരു നല്ല വാക്ക് പറയുന്നവനെ അള്ളാഹു നല്ല ഒരു വൃക്ഷത്തോടാണ് ഉപമിച്ചത്. അതിൻ്റെ വേരുകൾ ഭൂമിയിലേക്ക് ശക്തിയായിട്ട് ആഴ്ന്നിറങ്ങുകയും അതിൻ്റെ ശാഖകൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുകയും ചെയ്യും. ഐഹിക ജീവിതത്തെ അള്ളാഹു ഉപമിച്ചത് വെള്ളത്തോടാണ്. വെള്ളം, അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളമിറക്കുകയും എന്നിട്ട് അതുമൂലം ചെടികൾ മുളച്ചു പൊന്തുകയും കുറെ കഴിയുമ്പോൾ ആ ചെടികളെല്ലാം ഉണങ്ങി അത് കാറ്റിൽ പറന്നു പോവുകയും ചെയ്യും. അതുപോലെ ഈ ഐഹിക ജീവിതവും നശിച്ചു പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തരുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, വളരെ അലങ്കാരത്തോടു കൂടി നമുക്ക് പറഞ്ഞു തന്നു. ഒരു ധാന്യമണിയിൽ നിന്ന് 7 കതിരുകൾ ഉൽപ്പാദിപ്പിക്കുകയും ഓരോ കതിരിലും 100 ധാന്യമണികൾ വീതം അള്ളാഹു ഉണ്ടാക്കുകയും ചെയ്താൽ അത് എങ്ങനെ വളരുന്നുവോ അതുപോലെ നാം ചിലവഴിച്ചതിനെ അള്ളാഹു വളർത്തിക്കൊണ്ടുവരുമെന്ന് ഉപമസഹിതം നമുക്ക് വിവരിച്ചു തന്നു. ധാരാളം ഉപമകൾ, വിഷയങ്ങൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നെ അയച്ച മാർഗദർശനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഉപമ വെള്ളവും ഭൂമിയും പോലെയാണ് എന്ന്. അത് ചില ഭൂമികൾ ധാരാളം വിളവ് നൽകും, ചില ഭൂമികൾ വെള്ളം സ്വരൂപിച്ച് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും, ചിലത് ഒന്നിനും കൊള്ളാത്തതായിരിക്കും. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.